ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. ഓടാനും കഴിയില്ല, ഒളിക്കാനും കഴിയില്ല, എതിർക്കാനും കഴിയില്ല. അവിടെ മനുഷ്യർ തിരിച്ചറിയുന്നത് ഒരു സത്യം മാത്രമാകും. നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ അതിപ്രധാനപ്പെട്ട ഒരു സംസ്കൃത ന്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശക്തന്റെ മുന്നിൽ ദുർബലൻ കീഴടങ്ങേണ്ട അവസ്ഥ വരുമ്പോൾ അതാണ് അജവൃഗന്യായം. സംസ്കൃത ന്യായ വിഷയങ്ങളിൽ പ്രശസ്തമായിട്ടുള്ള ഒരു ന്യായമാണ് അജവൃഗന്യായം. അജം എന്നാൽ ആടാണ്, വൃഗം എന്നാൽ ചെന്നായ എന്നാണ്. ഒരു ചെന്നായയുടെ മുമ്പിൽ അകപ്പെട്ടു പോയ ആടിന്റെ അവസ്ഥ, അതായത് രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത ഒരു ദുരവസ്ഥ. ദുർബലസ്യ ബലിഷ്ഠേന നിത്യം ഭവതി പീഡനം, അജോ വൃഗേണ യദ്യത്തു ലോകധർമ്മോ യമരുതഃ. ദുർബലൻ എപ്പോഴും ശക്തരാൽ പീഡിക്കപ്പെടുന്നു. ചെന്നായയുടെ മുമ്പിൽപ്പെട്ട ആടിനെ പോലെ ലോകത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഇന്നും അത് തുടർന്നു വരുന്നു. പണമുള്ളവൻ പണമില്ലാത്തവനോട് മോശമായി പെരുമാറുന്നു. രാഷ്ട്രീയ അധികാരമുള്ളവർ ആ അധികാരങ്ങളൊന്നും കൈവശമില്ലാത്ത സാധാരണക്കാരെ ഒറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ ദ്രോഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ ദുർബലന് നിസ്സഹായനായി പോവുകയാണ്. ഇവിടെ നമുക്ക് പറയാവുന്ന പ്രധാന ആശയം അനിവാര്യമായ നാശമാണ്. ദുർബലനെ സംബന്ധിച്ച് അത് തന്നെ വഴിയുള്ളൂ എന്ന് പറയാം. ചില സമയങ്ങളിൽ പരാജയം മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ തോന്നും. എത്ര ശ്രമിച്ചാലും ഒരു വഴിയും കിട്ടില്ല. ചെന്നായയുടെ മുന്നിൽപ്പെട്ട ആടിനെ പോലെ കാറ്റടിച്ചാൽ വിളക്ക് കെടും, കരുത്തൻ വരുമ്പോൾ ദുർബലൻ മാഞ്ഞു പോകും. ഇതിൽ പ്രധാനപ്പെട്ട ആശയമായി നമുക്ക് കരുതേണ്ടത് അസമമായ പോരാട്ടമാണ് ഇവിടെ വേണ്ടത് എന്നാണ്. ഒരു വശത്ത് അധികാരവും ശക്തിയും, മറ്റൊരു വശത്ത് ദുർബലതയും പേടിയും. അത് പോരാട്ടമല്ല, വിധിയുടെ പ്രഖ്യാപനമാണ്. ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാദ് സമാപി കർഷതി. ഇന്ദ്രിയങ്ങൾ പോലും ജ്ഞാനിയെ കീഴടക്കുമെങ്കിൽ ശക്തനായ ദുർബലന് ശത്രുവിന് നേരെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ നമുക്ക് ഒരു പ്രധാന ആശയം കണ്ടെത്തേണ്ടത് അവസരവാദം എന്നുള്ളതാണ്. നിങ്ങളാണ് ഈ ഒരു അവസ്ഥയിലെങ്കിൽ എന്ത് ചെയ്യും? ചിലർ കാത്തിരിക്കും നിങ്ങൾ വീഴാൻ, നിങ്ങൾ ദുർബലനാകാൻ, അങ്ങനെ ദുർബലനാകുമ്പോൾ ആക്രമിക്കാൻ. അതാണ് ചെന്നായയുടെ സ്വഭാവം. മുറിവേറ്റ മാൻ കണ്ടാൽ കാടറയും ചിരിക്കും, വീണവനെ കണ്ടാൽ ലോകം മുഖം തിരിക്കും. ജീവിതത്തിൽ ഈ സന്ദർഭങ്ങൾ നമുക്ക് എവിടെയൊക്കെ കാണാൻ സാധിക്കും. ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അധികാരിയുടെ അനീതി ചിലപ്പോൾ ഏൽക്കേണ്ടി വന്നേക്കാം. രാഷ്ട്രീയത്തിൽ ദുർബലരുടെ ശബ്ദം മൂടിപ്പോകുന്ന അവസ്ഥയുണ്ടാകാം. ഇന്നും അതൊക്കെയുണ്ട്. അനർഹമായിട്ടുള്ള സംവരണങ്ങൾ ഒരു വശത്ത് നേടിയെടുക്കുമ്പോൾ ഒരു വശത്ത് അർഹമായിട്ടുള്ളവർക്ക് പോലും ആനുകൂല്യങ്ങൾ കിട്ടാതെ വരിക. കുടുംബത്തിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഭീഷണിയിലൂടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന കുടുംബങ്ങളുണ്ട്. തർക്കങ്ങളിലൊക്കെ സത്യം ദുർബലമായി പോകാം. സമാനമായിട്ടുള്ള മലയാളത്തിലെ പഴഞ്ചൊല്ലുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ആടിനെ കണ്ടാൽ ചെന്നായ്ക്ക് കരുണയില്ല, ബലവാന്റെ കയ്യിൽ നീതി മാറും, ചെറിയ മീനിനെ വലിയ മീൻ തിന്നും, ദുർബലന്റെ കണ്ണീർ ആരും കാണില്ല. ഇതൊക്കെ അജവൃഗന്യായത്തിന്റെ സമാനമായിട്ടുള്ള മലയാള പഴഞ്ചൊല്ലുകളാണ്. ഇവിടെ നമുക്ക് അഗതിക ഗതിന്യായം എന്ന ന്യായം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ന്യായം ഓർത്ത് മനസ്സിൽ വയ്ക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് ആത്മീയമായിട്ടുള്ള അത്തരം ദൃഷ്ടികോണിലൂടെ ഇതിനൊരു പരിഹാരം കണ്ടെത്തി നോക്കാം. ധർമ്മം പറയുന്നത് മറ്റൊന്നാണ്. ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്നാണ്. ധർമ്മത്തെ ആരാണോ കാക്കുന്നത്, ധർമ്മം ആരാണോ നിലനിർത്തുന്നത്, അവരെ ധർമ്മം രക്ഷിക്കുമെന്നാണ്. നീ ഇന്ന് ആടായിരിക്കാം, നാളെ നിനക്ക് സിംഹമാകാനും കഴിയും. അതിന് പരിശ്രമം മാത്രമാണ് വേണ്ടത്. ഈ സംസ്കൃത ന്യായം നമുക്ക് നൽകുന്ന ജീവിത പാഠം എന്താണെന്ന് നോക്കാം. അജവൃഗന്യായം നമ്മെ ഭയപ്പെടുത്താനല്ല, ജാഗ്രതപ്പെടുത്താനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരിക്കലും ദുർബലനാകാതിരിക്കുക, അറിവിൽ ശക്തരാകുക, ധൈര്യത്തിൽ ഉയരുക, സമയത്തെ തിരിച്ചറിയുക. ഇന്ന് നിങ്ങൾ ആടാണെന്ന് കരുതുന്നുവെങ്കിൽ നാളെ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സിംഹത്തെ ഉണർത്താനുള്ള ശ്രമം തുടങ്ങൂ. ലോകം ചെന്നായ്ക്കളാൽ നിറഞ്ഞതുമാണ്. പക്ഷേ ധൈര്യമുള്ളവനെ, പരിശ്രമിക്കുന്നവനെ ആർക്കും കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള പുരാതന ന്യായങ്ങളും രഹസ്യജ്ഞാനങ്ങളിലും ഇനിയും അറിവുകൾ നേടാനായിട്ട് ഋഷിപ്രോക്തം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തു വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.